ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. എടാ, ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിൽ BPT-യിൽ നമുക്കൊരു ഹിഡൻ കൺസെപ്റ്റ് ഉണ്ട്. ആക്ച്വലി നമ്മൾ അത് ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ കൊടുത്തിട്ടില്ല, പക്ഷെ നമുക്ക് ഈസി ആയിട്ട് കോമൺ സെൻസ് വെച്ചാൽ ആലോചിച്ച് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ പറയാൻ പറ്റും നോക്കിയാൽ മതി. ഒരു ട്രയാങ്കിൾ, ഈ ലൈൻ ഈ സൈഡിന് പാരലാണ് കേട്ടോ. ഓക്കെ, സോ ഞാൻ പേര് കൊടുക്കുകയാണ് ABCDE. ഇവിടെ റേഷ്യോ AD/DB തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 1/2. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് DE/BC. എത്രയാണ് വരിക? DE/BC എത്രയാണ് വരിക? AD/DB തന്നിട്ടുണ്ട് 1/2. അങ്ങനെയാണെങ്കിൽ DE/BC 1/2 തന്നെയല്ലേ വരിക, അല്ലേ? BPT-യിൽ എവിടെയാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉള്ളത്? BPT-യിൽ എവിടെയാ ഈ സൈഡിൻ്റെയും ലെങ്ത്തിനെ പറ്റി പറയുന്നത്? എവിടെയും പറയുന്നുണ്ടോ? ഇല്ല. BPT-യിൽ പറയുന്നത് ലൈന് പാരലാണെങ്കിൽ, ഒരു സൈഡിന് പാരലായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് മറ്റേ രണ്ട് സൈഡ്സിനെ ഈക്വൽ റേഷ്യോയിൽ കട്ട് ചെയ്യും എന്നാണ്, അല്ലേ? അതായത് ഇത് AD/DB-യും ഇതും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്, അല്ലാതെ ഇതും ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നില്ല. അപ്പം ഇവിടെ ഉള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് BPT അല്ല, സിമിലാരിറ്റി ആണ്. സോ ഹിഡൻ കൺസെപ്റ്റ് ഇൻ സിമിലാരിറ്റി എന്നാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു ടോപ്പിക്കിന് പേര് കൊടുക്കേണ്ടത്. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ പറഞ്ഞാൽ ഞാൻ നിങ്ങളിത് BPT വെച്ച് ചെയ്യുമോ, തെറ്റിക്കോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഹിഡൻ കൺസെപ്റ്റ് ഇൻ BPT കൊടുത്താണ്. ഇവിടെ സിമിലാരിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്. ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സിമിലാരിറ്റി ഉപയോഗിച്ചിട്ടാണ്. എങ്ങനെയാ? ഇതും പാരലൽ അല്ലേ? സോ ഈ ആംഗിളും ഈക്വൽ ആണ്, കറസ്പോണ്ടിങ് ആംഗിൾസ്. സിമിലർലി ഈ ആംഗിളും ഈക്വൽ ആണ്, കറസ്പോണ്ടിങ് ആംഗിൾസ്. അപ്പോൾ മേലുള്ള ഈ കുഞ്ഞ് ട്രയാംഗിളും ആ വലിയ ട്രയാംഗിളും സിമിലർ ആണ്. രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. A ക്രൈറ്റീരിയ വെച്ചിട്ട് രണ്ട് ട്രയാംഗിൾസ് സിമിലർ ആണ് കിട്ടി. ഓക്കെ, സിമിലർ ട്രയാംഗിൾസിൽ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ എന്തായിരിക്കും? സെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്ക്, AD/DB 1/2 ആണെങ്കിൽ AD നമുക്ക് എന്തായിട്ട് എടുക്കാം? AD-യുടെ വാല്യൂ 1 അല്ലേ, കറസ്പോണ്ടിങ്. അപ്പോൾ 1K അഥവാ വെറും K. DB-യുടെ വാല്യൂ 2 അല്ലേ, അപ്പം DB = 2K എന്ന് എടുക്കാം, അല്ലേ? അപ്പോൾ AD എന്ന് പറഞ്ഞാൽ K ആണ്, DB എന്ന് പറഞ്ഞാൽ 2K ആണ്. അപ്പോൾ ടോട്ടൽ എന്താ വരിക? ടോട്ടൽ AB 2K + K 3K വരും, അല്ലേ? അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ എങ്ങനെ എടുക്കുക നോക്കുക. AD/ രണ്ട് സിമിലർ ട്രയാങ്കിൾസിലാണ്. ഓക്കെ, ട്രയാങ്കിൾസിൻ്റെ സിമിലാരിറ്റി നമുക്ക് എഴുതാം. ട്രയാങ്കിൾ ADE സിമിലർ ടു ട്രയാങ്കിൾ ABC എന്നാണ് വരിക. അപ്പോൾ നമുക്ക് ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ നമ്മൾ എങ്ങനെ എഴുതുക? ആദ്യത്തെ രണ്ട് ലെറ്റർ AD/AB ഈക്വൽ ടു, പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ ലെറ്റർ DE/BC, അല്ലെ? രണ്ടാമത്തെ മൂന്നാമത്തെ ലെറ്റർ ഇവിടെ DC, അപ്പുറത്ത് BC, DE അപ്പുറത്ത് BC, DE/BC ഈക്വൽ ടു ഒന്നാമത്തെ മൂന്നാമത്തെ ലെറ്റർ AEയും അപ്പുറത്തെ ACയും, AE/AC. ഇതിൽ നമുക്ക് വേണ്ട എന്തൊക്കെയാ? നമുക്ക് തന്നെ എന്തൊക്കെയാ? നമുക്ക് AD അറിയാം, AB അറിയാം. അപ്പോൾ AD-യും AB-യും വേണം, AD/AB വേണം. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തൊക്കെയാ? DE-യും BC-യും വേണം. ഈ രണ്ട് റേഷ്യോ എടുക്കാം. ഓക്കെ, അപ്പോൾ AD/AB ഈക്വൽ ടു എത്രയാ? AD എന്ന് പറഞ്ഞാൽ K ആ, AB എന്ന് പറഞ്ഞാൽ എത്രയാ? ടോട്ടൽ 3K, അല്ലേ? അപ്പോൾ K/3K എത്രയാ? Kയും വെട്ടിപ്പോയി 1/3. അത് തന്നെയാണ് DE/BC, അല്ലേ? AD/DB-യും AD/AB-യും DE/BC-യും സെയിം അല്ലേ? അപ്പോൾ DE/BC ഈക്വൽ ടു 1/3 തന്നെ വരും. അതായത് ഈ റേഷ്യോ ഇത് എന്ന് പറയുന്നത് 1/3 ആണ്. മനസ്സിലായല്ലോ? ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് സിമിലാരിറ്റി ആണ്. അറിയാണ്ട് പോലും BPT അപ്ലൈ ചെയ്യരുത്. ഇത് വരുന്ന സമയത്ത് നമ്മൾ നേരെ ആലോചിക്കുക BPT ആണെന്നാ. അപ്പോൾ ഈ ഒരു പോയിന്റ് ചെറിയൊരു പോയിന്റാണ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഈ റേഷ്യോ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് നല്ലപോലെ ശ്രദ്ധിച്ച് വെക്കുക കേട്ടോ. ദാറ്റ്സ് ഓൾ മക്കളെ, ബൈ.